ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പണവരവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക രീതിയെക്കുറിച്ചാണ്. അതായത് പണം നമ്മളിലേക്ക് വന്നു ചേരുവാനും നമ്മുടെ കൈകളിലുള്ള പണം പാഴ് ചിലവുകൾ ആകാതിരിക്കുവാനും ആവശ്യമില്ലാത്ത ചിലവുകൾ നമ്മളെ തേടി വരാതിരിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് കിട്ടുവാനുള്ള പണം നമ്മളിലേക്ക് എത്തിച്ചേരുവാനും ശമ്പള വർധനയ്ക്ക് വേണ്ടിയും ഇങ്ങനെ ഒരുപാട് പണങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുവാൻ ഉണ്ടാകും. പക്ഷേ ആ പണങ്ങളെല്ലാം തടസ്സപ്പെട്ടു കിടക്കുകയാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എത്ര രൂപ വന്നാലും തങ്ങി നിൽക്കുന്നില്ല, ഓരോ ചിലവുകൾ കാരണം നമ്മുടെ കയ്യിലുള്ള പണം മുഴുവൻ ഒഴുകിപ്പോകുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരും ചെയ്യേണ്ട ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു താന്ത്രികം എന്നു തന്നെ പറയാവുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ധനം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ധനത്തിൻ്റെ അധിപത എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയാണ്. ഏതൊരു വീട്ടിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടോ അവരുടെ വീട്ടിൽ നിരന്തരമായും പണം വന്നുകൊണ്ടിരിക്കും. മാത്രമല്ല പാഴ് ചിലവുകൾ ഉണ്ടാവുകയും ഇല്ല. പക്ഷേ ഏതൊരു വീട്ടിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമില്ലയോ അവരുടെ വീട്ടിൽ എപ്പോഴും പണത്തിന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവും കൂടിയാണ്. എങ്ങനെയാണ് പണത്തിനെ വശ്യം ചെയ്യുന്നത്? അതായത് പണവശ്യത്തിനായിട്ട് ഒരുപാട് താന്ത്രിക രീതികളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും പൂജാ രീതികളെക്കുറിച്ചും എല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നും ഞാൻ പറയുവാൻ പോകുന്നത് പണത്തെ നമ്മളിലേക്ക് വശ്യം ചെയ്യുവാനായിട്ട് ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക രീതിയാണ്. ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നമുക്ക് കുറഞ്ഞതൊരു 11 ദിവസമാണ് ആവശ്യമായിട്ട് വരുന്നത്. 11 ദിവസം തുടർച്ചയായി ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ച തുക അത് എത്ര രൂപ ആണെങ്കിലും അത് നിങ്ങളിലേക്ക് കുറേശ്ശെയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മുഴുവനായിട്ടാണെങ്കിലും വന്നു ചേരുന്നതായിരിക്കും. എല്ലാ ദിവസങ്ങളിലും രാവിലെ നമുക്ക് ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഫലം വന്നു ചേരുന്നതായിരിക്കും. ഇനി അഥവാ നമുക്ക് രാവിലെ ഒന്നും തന്നെ ചെയ്യുവാൻ സമയമില്ല, ഞങ്ങൾക്ക് രാത്രിയിലാണ് സമയമെന്നുണ്ടെങ്കിൽ പീരിയഡ്സോ പുലവാലായ്മയോ ഇല്ലാത്ത സമയവും അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ കയ്യും മുഖവും കഴുകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ മുഴുവനായിട്ടും ലക്ഷ്മി ദേവിയുടെയും ഒരു മൂങ്ങയുടെയും ചിത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ധനത്തിൻ്റെ അധിപതിയായ മഹാലക്ഷ്മി ദേവിയുടെ വാഹനമായാണ് മൂങ്ങയെ കണക്കാക്കപ്പെടുന്നത്. അറിവ്, ക്ഷമ, സമ്പത്ത് എന്നിവയുടെ ഒരു ചിഹ്നമായും മഹാലക്ഷ്മി ദേവിയുടെ വാഹനമായ മൂങ്ങയെ പറയപ്പെടുന്നുണ്ട്. ഈ ചിത്രത്തിൽ കുറഞ്ഞത് ഒരു 10 മിനിറ്റ് നോക്കി ഇരുന്നു കൊണ്ട് വേണം നമുക്ക് ഞാനിപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ജപിക്കുവാനായിട്ട്. 11 പ്രാവശ്യം കുറഞ്ഞത് ഈ മന്ത്രം നമുക്ക് ചൊല്ലേണ്ടതാണ്. മാത്രമല്ല നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നിരിക്കെ നമുക്ക് 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. ഇനി എവിടെ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലണം എന്നു കാണാം. പൂജാമുറിയിൽ കയറി നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ ഒരു നെയ്യ് ദീപം തെളിയിച്ചു വെച്ചുകൊണ്ട്, മാത്രമല്ല നമ്മൾ കിഴക്കുദിശ നോക്കി താഴെ ഒരു തുണിയോ മനപ്പലകയോ വിരിച്ചിരുന്നു കൊണ്ടും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി അഥവാ പൂജാമുറിയിൽ കയറാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമയം കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ദീപമൊന്നും തെളിയിക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലെ ഈ ഒരു ചിത്രമോ അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച ചിത്രമോ നോക്കിക്കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ ഈ ചിത്രത്തിലേക്ക് സൂക്ഷിച്ച് നോക്കിയിരുന്നു കൊണ്ട് വേണം ഈ മന്ത്രം ചൊല്ലുവാനായിട്ട്. വളരെ സാവധാനമായിട്ട് സമാധാനത്തോടു കൂടി നമ്മൾ വളരെ വിശ്വാസത്തോടു കൂടി ഈ മന്ത്രം ജപിക്കേണ്ടതായിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ സൈഡുകളിലെല്ലാം അധികമായും ലക്ഷ്മി ദേവിയുടെ പടത്തോടൊപ്പം തന്നെ ഒരു മൂങ്ങയുടെ പടം അല്ലെങ്കിൽ മൂങ്ങയും ലക്ഷ്മി ദേവിയുമുള്ള പടം വെച്ചാണ് വീടുകളിൽ പൂജകൾ ചെയ്യുന്നത്. മാത്രമല്ല അവർ ചെയ്യുന്ന തൊഴിലുകളിലെല്ലാം തന്നെ അതിൻ്റെ ഒരു ചിഹ്നമായിട്ട് മൂങ്ങയുടെ ചിഹ്നം വെക്കുന്നതും സാധാരണ പതിവാണ്. അതുകൊണ്ട് തന്നെ മൂങ്ങയ്ക്ക് സമ്പത്തിനെ ആകർഷിച്ചു കൊണ്ടുവരുവാനുള്ള അതീത ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൂങ്ങയുടെ ചിത്രത്തിലേക്കും മഹാലക്ഷ്മി ദേവിയുടെ പടത്തിലേക്കും നോക്കിക്കൊണ്ട് ഈ മന്ത്രം ജപിക്കുവാനായിട്ട് പറയുന്നത്. മന്ത്രം ഇതാണ്: ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മി ദേവിയെ നമ എന്നുള്ള ഈ മന്ത്രമാണ്
11 അല്ലെങ്കിൽ 108 പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ 11 ദിവസം തുടർച്ചയായിട്ട് ഈ മന്ത്രം ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ആദ്യത്തെ ദിവസം ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ്. ഇനി അഥവാ ഇടയിൽ പീരിയഡ്സ് ആവും എന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങൾ വിട്ട് നമുക്ക് തുടരാവുന്നതാണ്. അല്ലെങ്കിൽ വെറും 11 ദിവസമായതിനാൽ തന്നെ നിങ്ങൾ ശുദ്ധമായിരിക്കുന്ന ആ ഒരു 11 ദിവസം കണക്കിലെടുത്തുകൊണ്ട് ഈ മന്ത്രം ജപിക്കേണ്ടതാണ്. എവിടെ ഇരുന്നു കൊണ്ട് ജപിച്ചാലും പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂമുകളിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ചെന്നിരുന്നു കൊണ്ട് ജപിക്കുവാനാണ് ചിലർക്ക് താല്പര്യം. രാവിലെ ക്ഷേത്രത്തിൽ പോകുന്ന ശീലമുണ്ട് എന്നിരിക്കെ അവിടെ ഇരുന്നു കൊണ്ട് ജപിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മന്ത്രം ജപിക്കേണ്ടതാണ്. ഇനി 11 ദിവസവും നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ തുക കിട്ടിയാലും സാരമില്ല. 11 ദിവസവും തുടർച്ചയായിട്ട് ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 11 ദിവസത്തിനു ശേഷം എനിക്ക് ആഗ്രഹിച്ച തുക എന്നിലേക്ക് വന്നു ചേർന്നു, ഇനി ഞാൻ വീണ്ടും തുടർച്ചയായി ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ അവരവരുടെ താല്പര്യങ്ങളാണ്. എപ്പോൾ നിങ്ങൾ ചൊല്ലുകയാണെങ്കിലും നിങ്ങൾ ഒരു തുക മനസ്സിൽ കരുതിക്കൊണ്ട് 11 ദിവസം തുടർച്ചയായി ചൊല്ലുമ്പോഴാണ് അതിൻ്റേതായ ഫലം നമ്മളെ തേടി വരുന്നത്. ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ഫലം ലഭിച്ചിട്ടുണ്ട് എന്നിരിക്കെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 11 പേർക്ക് നമ്മൾ തൈര് സാദം അന്നദാനമായിട്ട് വാങ്ങിക്കൊടുക്കാവുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നായിരിക്കും. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനും മാത്രമല്ല പണം നമ്മളിലേക്ക് വന്നു ചേരുവാനും സഹായിക്കുന്ന ഒരു ചെറിയ താന്ത്രികമാണ്. അതായത് വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളോടും ഭക്ഷണത്തോടും അതുപോലെ തന്നെ നൈവേദ്യങ്ങളോടും മഹാലക്ഷ്മി ദേവിക്കും ശുക്രഭഗവാനും പ്രിയം ഏറെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തൈര് സാദം ദാനമായിട്ട് കൊടുക്കാനായിട്ട് പറയുന്നത്. നമ്മൾ തൈര് സാദം ഇടയ്ക്കിടെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ദാനമായിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുന്നതായിരിക്കും. ഇവ രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സമാധാനവും താനേ നമ്മളോടൊപ്പം വന്നു ചേരുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്തു പറയുവാനായിട്ട് കാരണം. മാത്രമല്ല നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു തുടങ്ങുന്നത് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാവുന്നതാണ്. ഇനി അഥവാ പൂജാമുറിയിൽ ചെന്നിരുന്നു കൊണ്ട് മന്ത്രം ജപിക്കുവാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര സമയമായ രാവിലെ 6 to 7, ഉച്ച സമയം 1 മണി മുതൽ 2 മണി വരെ, രാത്രിയിൽ 8 മണി മുതൽ 9 മണി വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഈ ഒരു മന്ത്രം പൂജാമുറിയിൽ ചെന്നിരുന്നു കൊണ്ട് നെയ്ദീപം തെളിയിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ടും ലക്ഷ്മി ദേവിയുടെ പടത്തിനെ നോക്കിയോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പടം നോക്കിയോ നമുക്ക് ജപിക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് വന്നു ചേരുവാനുള്ള ഒരു അത്ഭുത മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ചൊല്ലി നോക്കുക, ഫലം ഉടനെ തന്നെ നമ്മളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, വഴിപാടുകൾ, താന്ത്രികങ്ങൾ, പരിഹാര മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.